5 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതമാണ് വിടവാങ്ങിയത്. ശ്രീനിവാസൻ അടയാളപ്പെടുത്തിയത് പച്ചയായ മലയാളി ജീവിതത്തെയായിരുന്നു. സ്വയം നോക്കിച്ചിരിച്ചും ചിന്തിപ്പിച്ചും സാധാരണക്കാരുടെ ജീവിതങ്ങളെ വെള്ളിത്തിരയിലെത്തിച്ച കലാകാരനാണ് നടൻ ശ്രീനിവാസൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളൊക്കെ കാലാതീതമായി മലയാളിയുടെ മനസ്സിലുണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എല്ലാ കാലങ്ങളിലും പലപ്പോഴും മലയാളി ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വിരിഞ്ഞിട്ടുള്ള എത്രയോ സംഭാഷണങ്ങളാണ് എന്നതിലും തർക്കമില്ല. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള ചിന്തകൾ, ചർച്ചകൾ ഇതിലൊക്കെ ഉയർന്നു വരുന്നതും അദ്ദേഹത്തിൻ്റെ സിനിമ ഡയലോഗുകൾ തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ നേർചിത്രങ്ങളായിരുന്നു സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ സിനിമകൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് എക്കാലവും പ്രസക്തമായ സന്ദേശമുൾപ്പെടെ വരവേൽപ്പുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞ സിനിമകൾ എത്ര എണ്ണമാണ്. ദേശീയ പുരസ്കാരം നേടിയ വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയവയുടെയൊക്കെ ശില്പിയും ശ്രീനിവാസൻ തന്നെയാണ്. ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടേക്ക് ആയിരങ്ങളാണ്, സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. പിന്നീട് വിവിധ മേഖലകളിലുള്ളവർ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അങ്ങനെ തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇപ്പോഴും ആദരാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് അണമുറിയാത്ത ജനപ്രവാഹമാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല അവിടെ ദുഃഖിതയായി ഇരിക്കുന്നുണ്ട്, കാണാം. മൃതദേഹത്തിന് സമീപം തന്നെ മകൻ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരൊക്കെ തൊട്ടടുത്തു തന്നെയുണ്ട്. അവിടേക്ക് നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എസ് വിജയകുമാർ എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് ചേരുന്നു. വിജയകുമാർ, പറയൂ. ദിലീപ് കുമാർ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പൊതുദർശനം തുടങ്ങിയിട്ട് ഏതാണ്ട് 45 മിനിറ്റ് ആവുകയാണ്. പക്ഷേ ഈ 45 മിനിറ്റിൽ ഒരു സമയത്ത് പോലും ആളുകളുടെ നമ്മളീ കാണുന്നത് പോലത്തെ നീണ്ട നിരയില്ലാത്ത സമയം ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ നിര എനിക്ക് തോന്നുന്നത് ഈ പ്രധാന കവാടവും കടന്ന് മെയിൻ റോഡിൻ്റെ അരികിൽ വരെ എത്തിയിട്ടുണ്ട്. ആ നിലയിൽ ധാരാളം ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. നേരത്തെ ശ്രീനിവാസൻ്റെ ഉദയംപേരൂരിലെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു, എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ കൊച്ചി ടൗൺ ഹാളിൽ അവസരമൊരുക്കും എന്നറിയിച്ചിരുന്നു. അതുകൊണ്ട് ഈ നഗരത്തിലുള്ളവരും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുമൊക്കെ ടൗണിൽ തുടരുകയായിരുന്നു. അവരൊക്കെ ഇവിടെ വെച്ചാണ് ശ്രീനിവാസനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്നത്. അവരൊക്കെയാണ് ഇപ്പോൾ വരിവരിയായി ഇവിടെ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെയും കലാജീവിതത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമായി കൊച്ചി മാറിയിട്ട് അധികകാലമായില്ല. പക്ഷേ അദ്ദേഹം വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം അങ്ങനെ അത്തരം സാംസ്കാരിക പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നില്ല എന്ന നിലയിലേക്ക് മാറിയത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് വരെ അദ്ദേഹം ചില പരിപാടികളിൽ പങ്കെടുക്കുകയും വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വളരെയധികം സമയം അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഈ അനൗപചാരികമായി മാധ്യമപ്രവർത്തകരോട് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തന രീതിയെപ്പറ്റിയൊക്കെ അദ്ദേഹം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ആ നിലയിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും ഊർജ്ജസ്വലനായിരുന്നു, കർമ്മനിരതനായിരുന്നു. തുടർച്ചയായി സിനിമകൾ ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു വിശ്രമത്തിന് വേണ്ടി ഒരു ഇടവേള എന്നത് ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവസാന ശ്വാസം വരെ കർമ്മനിരതനായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു. ആ നിലയിൽ അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പോരാളി കൂടിയായിരുന്നു. അക്കാലത്ത് അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തനം തുടങ്ങുന്ന കാലത്തും അദ്ദേഹം തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന സിനിമകളുടെ നടപ്പ് രീതികളെ
ആകെ മാറ്റിമറിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ. ആ നടപ്പ് രീതികളെ യഥാർത്ഥത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ സ്വന്തമായൊരിടം നേടുകയും ചെയ്തത്. നമ്മൾ പറയാറുണ്ടല്ലോ, സ്വന്തമായി വഴിവെട്ടി വന്നു എന്ന്. ആ നിലയിൽ വന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം സ്വന്തം വഴികൾ കണ്ടെടുക്കുകയും ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ആ സമയത്ത് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുകയും ചെയ്തു. അതാണ് ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകന് കേരളത്തിൽ ഒരു ഇടമുണ്ടാക്കിയത്. അങ്ങനെ തന്നെയാണ്. നമ്മൾ നവതരംഗ സിനിമകളെ പറ്റിയൊക്കെ പിൽക്കാലത്ത് വളരെ വാചാലമായി സംസാരിക്കാറുണ്ട്. പക്ഷേ നവതരംഗ സിനിമകളുടെ ആ ഒരു ടേം നമ്മുടെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ നവതരംഗ സിനിമകൾ നമ്മളുടെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ചലച്ചിത്ര അനുഭവങ്ങളുടെ ഭാഗമായിരുന്നു. അത് ശ്രീനിവാസൻ്റെ തൂലികയിലൂടെ ഉയർന്നു വന്നതാണ്, അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളിലൂടെ ഉയർന്നു വന്നതാണ്. യഥാർത്ഥത്തിൽ മലയാള സിനിമ അക്കാലത്ത് വരെ അക്കാലത്ത് കണ്ട് ശീലിക്കാത്ത തരത്തിലുള്ള ചലച്ചിത്ര അനുഭവങ്ങൾ, പ്രമേയങ്ങൾ നമ്മളുടെ സിനിമാ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് ശ്രീനിവാസൻ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് മലയാള സിനിമ അദ്ദേഹത്തോടെ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കും. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും സിനിമാ പ്രവർത്തകരുടെ നീണ്ട നിര മാത്രമല്ല. ഇത് കേരള സമൂഹത്തിൽ നമ്മൾ പറയാറുണ്ട്, സാധാരണക്കാരായ ആളുകൾ ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകനോട് അദ്ദേഹം സിനിമാ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ തന്നെയാണ്. അവരുടെ നീണ്ട നിരയാണ് നമ്മളുടെ ഈ ടൗൺ ഹാളിന് മുന്നിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സാധാരണക്കാരായ തൊഴിലാളികളുണ്ട്, ഇടത്തരക്കാരായ മധ്യവർത്തികളായ മനുഷ്യരുണ്ട്, ദൈനംദിന ജീവിതത്തിൽ വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെയാണ് നമ്മളുടെ ഈ ടൗൺ ഹാളിൽ ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കാനായി കടന്നു വരുന്നത്. അതിൽ ഏറ്റവും സാധാരണക്കാരുടെ കഥ പറഞ്ഞ അവരുടെ വിചാരങ്ങൾ സിനിമകളുടെ രൂപത്തിൽ നമ്മളുടെ മുന്നിലെത്തിച്ച ഒരു കലാകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരക്കാരുമായിട്ടുള്ള ബന്ധവും അതുകൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന നമ്മൾ ഒരു ചാരുബെഞ്ചിൽ ഒരുമിച്ചിരുന്നാൽ ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അനുഭവവേദ്യമായത് അത് നമ്മളുടെ കഥകളായിരുന്നു. വിജയകുമാർ തുടരുക. തീർച്ചയായും വിജയകുമാർ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ ആത്മാവിഷ്കാരങ്ങൾ, സാധാരണക്കാരന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ശ്രീനിവാസൻ്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നില്ല ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങൾ. ചുറ്റിലുമുള്ളവർ തന്നെയാണ് ഈ വെള്ളിത്തിരയിലെത്തുന്ന ശ്രീനിവാസൻ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ പ്രേക്ഷകരും ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളുമായി അത്രമേൽ താദാത്മ്യം പ്രാപിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒഴുകിയെത്തുന്ന ജനം തന്നെ അതിന് സാക്ഷ്യമാണ്. ഇന്നിപ്പോൾ മോഹൻലാൽ ശ്രീനിവാസൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതിനു ശേഷം പറഞ്ഞത്, ജീവിതത്തിലും തിരയിലും ഞങ്ങൾ ദാസനും വിജയനും പോലെ തന്നെ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞവർ എന്നാണ്. മലയാളികളുടെ മനസ്സിലെ മായാത്ത സിനിമാ സൗഹൃദമാണ് ശ്രീനിവാസനും മോഹൻലാലും എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.